വെൽക്കം ടു നെക്സ്റ്റ് ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് സ്കിൽ ഗ്യാപ്സ്. നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതല്ല നിങ്ങൾക്കൊരാളെ ഹയർ ചെയ്യാനാണെങ്കിലും എങ്ങനെയുള്ള ആളുകളെയാണ് ഹയർ ചെയ്യേണ്ടത്, അവർക്ക് എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്. ആക്ച്വലി കമ്പനീസ് എന്തായിരിക്കും മാർക്കറ്റേഴ്സിൽ നിന്ന് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളൊരു കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവരെന്തായിരിക്കും നിങ്ങളുടെ അടുത്തു നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിഷ്വൽ കമ്പാരിസൺ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇത് പല കമ്പനികളും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ്, ലിങ്ക്ഡിനിലും ഇൻഡീഡിലും പല പ്ലാറ്റ്ഫോമിലും. ഇതിനകത്തെ 2-3 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഞാൻ നിങ്ങളെ നോട്ടീസ് ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ക്യാമ്പയിൻ സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ. ഇവിടെ ഗൂഗിൾ ആഡ്സ്, സെർച്ച് ആഡ്സ്, അതുപോലെയുള്ള അനാലിറ്റിക്കൽ മൈൻഡ് സെറ്റ്, കൺവേർഷൻ ഓറിയൻറ്റഡ് തിങ്കിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഏരിയയിൽ ക്യാമ്പയിൻ സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതെവിടെയാണ് വർക്ക് ആവുന്നത്? അതിനുശേഷമാണ് നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യാനും ഫേസ്ബുക്ക് ആഡ് ചെയ്യാനും ഒക്കെ പറയുന്നത്. ഈ സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ ഇതെങ്ങനെയാണ് പഠിക്കുക? ഇത് മറ്റൊരു കമ്പനി ഇതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അവിടെ ആവശ്യമുള്ളതൊരു ജൂനിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെയാണ് അറൗണ്ട് 12,000 to 15,000 വരെ സാലറി കൊടുക്കാമെന്ന് പറയുന്നൊരു കമ്പനി. അവിടെ ഇതേ കാര്യം തന്നെ അവർ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ്. പ്ലാൻ, ഈ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനുശേഷമാണ് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. അവിടെയും ഇതുപോലെ തന്നെ. അപ്പോൾ ഈ പ്ലാൻ ഇത് തന്നെ നേരത്തെ പറഞ്ഞത് എന്താണ്? ക്യാമ്പയിൻ സ്ട്രാറ്റജി. ഇപ്പം പ്ലാൻ എന്ന് പറയുന്നതും ക്യാമ്പയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നതും എക്സിക്യൂഷൻ എന്ന് പറയുന്നതും ഇംപ്ലിമെൻ്റ് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ളൊരു കാര്യം ആദ്യം വരും, നമ്മൾ എന്താണ് ഓരോ ടൂളിലും ചെയ്യേണ്ടത്. ഇത് മറ്റൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനകത്ത് ഡെവലപ്പ് ആൻഡ് എക്സിക്യൂട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ടൂൾസിനെ പറ്റിയോ നിങ്ങൾക്ക് SEO എത്രത്തോളം അറിയാം, ഗൂഗിൾ ആഡ്സ് എത്രത്തോളം അറിയാമെന്നുള്ളതിനെ പറ്റിയല്ല ഇവിടെ പ്രധാനമായിട്ടും കമ്പനികൾ ആദ്യം നോക്കുന്നത് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യാനും സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഒക്കെ ചെയ്യാൻ സാധിക്കുമോ, അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ. ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിലേക്ക്. അതായത് നമുക്ക് ഒരു കാര്യം ചുമ്മാ പഠിച്ചാൽ പോരാ, ഇതിൻ്റെ ഒരു പ്ലാനിങ്ങും എക്സിക്യൂഷനും ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സോളിഡ് അണ്ടർസ്റ്റാൻഡിങ്, ഇതാണ് മറ്റൊരു കമ്പനി പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന് സോളിഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ചെയ്യാൻ അറിയുന്നതിന് ഉപരി എന്തിന് ചെയ്യുന്നു എന്ന് കൃത്യമായി അവർക്ക് നോളജ് ഉണ്ടാവണം. ഇതെങ്ങനെയാണ് ഒരു സ്കിൽ ബേസ്ഡ് ജോബ് ആപ്ലിക്കേഷനിലേക്ക് വരുന്നതെന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കുമെന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സ്കില്ല് ഫോക്കസ് ചെയ്ത് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഇതൊരു സ്കിൽ ബേസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമേഷൻ ആൻഡ് മെസ്സേജിങ് സ്പെഷ്യലിസ്റ്റ്, ഇമെയിൽ പ്ലസ് വാട്സാപ്പ് മാർക്കറ്റിംഗ് ആണ് ഈ ജോബ് ചെയ്യാൻ വരുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി. അവിടെ കൂടുതലായിട്ട് SEO പറ്റി, ഗൂഗിൾ ആഡ്സ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അതുപോലെയുള്ള പല കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. ഇവിടെ അതെല്ലാം പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഈ ഒരു സ്പെസിഫിക് കാര്യം വേണമെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇത് നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് അതിൽ സ്കില്ല് കൂടുതലായിട്ട് ആക്കിയെടുക്കാം, എന്നിട്ട് അത് ബേസ് ചെയ്ത് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിവിടെ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുപാട് ആളുകൾ പഠിക്കും, പക്ഷേ ഫ്യൂ ഗെറ്റ് ഹയർഡ്. തൗസൻഡ്സ് ലേൺ ആൻഡ് ഫ്യൂ ഗെറ്റ് ഹയർഡ്. നമുക്ക് എല്ലാവർക്കും എന്നറിയാം, ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് പല രീതിയിൽ ഇന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കമ്പനികൾക്ക് ആവശ്യം എന്താണ്? നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ആരെയാണ്? വി നീഡ് സ്കിൽഡ് മാർക്കറ്റേഴ്സ്, റൈറ്റ്? അതുപോലെ തന്നെ നിങ്ങളൊരു ജോലിക്ക് പോകുന്ന ആളാണ് ഇത് കാണുന്നതെങ്കിലോ, നിങ്ങളവിടെ ജോലിക്ക് ചെല്ലുമ്പോൾ അവരെന്താ പറയുന്നത്? അവർക്ക് ആവശ്യം ആരെയാണ്? സ്കിൽഡ് മാർക്കറ്റേഴ്സ്. നമ്മളപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ദെയർ ആർ നോ ഓപ്പർച്യൂണിറ്റീസ്. ജോലിക്ക് നമ്മൾ ഒരാളെ ഹയർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? നമുക്ക് നല്ല ആളുകളെ കിട്ടുന്നില്ല എന്ന് പറയും. അപ്പോൾ ദ പ്രോബ്ലം ഈസ് നോട്ട് ഡിമാൻഡ്. അതായത് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതല്ല പ്രശ്നം, അല്ലേ? ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ദ പ്രോബ്ലം ഈസ് സ്കിൽ ഗ്യാപ്പ്. അതായത് സ്കിൽ ഗ്യാപ്പ് ഉണ്ട്. അതായത്
നമുക്ക് അറിയാവുന്ന കാര്യത്തിനും അപ്പുറത്ത് മറ്റെന്തോ ആണ് കമ്പനികൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച കോഴ്സിനും അപ്പുറത്ത് എന്തോ ആണ് കമ്പനികൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് കമ്പനീസ് ആക്ച്വലി എക്സ്പെക്റ്റ്? കമ്പനീസ് ഡോണ്ട് വാണ്ട് ടൂൾ ഓപ്പറേറ്റേഴ്സ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്ന കാര്യമാണ്. കമ്പനീസ് ഡോണ്ട് വാണ്ട് ടൂൾ ഓപ്പറേറ്റേഴ്സ്. അതായത് നിങ്ങൾക്ക് മെറ്റ ആഡ്സ് ഇങ്ങനെ ചെയ്യാനറിയാം, ഗൂഗിൾ ആഡ്സ് ചെയ്യാനറിയാം, SEOയിൽ ഇത് ചെയ്യാനറിയാം, വേർഡ്പ്രസ് സൈറ്റ്. ഡെഫിനറ്റ്ലി ഇതൊക്കെ അറിയണ്ടെന്നല്ല പറയുന്നത്. ബട്ട് കമ്പനികൾക്ക് അതല്ല ആവശ്യം. നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം പോരാ. അതൊരു ബേസിക് തിങ്ങാണ്. ടൂൾസ് പഠിക്കുക എന്നുള്ളതൊരു ബേസിക് തിങ്ങാണ്. ഇവിടെ കമ്പനികൾക്ക് ആവശ്യം എന്താ? നമുക്ക് ജോലി തരേണ്ടവർക്ക് ആവശ്യം എന്താണ്? നമുക്ക് വേണ്ട സ്കില്ല് എന്താണ്? നമുക്കൊരു ബിസിനസ് തിങ്കിങ്, അവരുടെ ബിസിനസ്സിനെ പറ്റിയുള്ള കൃത്യമായ നോളജ് ഉണ്ടാവണം, അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം, അവരുടെ കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി നമുക്കറിയണം, അവരിലേക്ക് വരുന്ന ബിസിനസ്സിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു അപ്ഡേറ്റ് കൊടുക്കാൻ സാധിക്കണം. കഴിഞ്ഞ മാസം നമുക്ക് ഇത്ര ഡേറ്റ വന്നിരുന്നു, ഇത്ര ലീഡ്സ് വന്നിരുന്നു, അതിൽ നിന്ന് ഇത്ര പേര് നമുക്ക് കൺവേർട്ടായി, ഇത്ര സെയിൽസ് വന്നിരുന്നു, അത് നമ്മൾ ഇത്ര രൂപ മുടക്കിയപ്പോഴാണ് സെയിൽസ് വന്നത്. ഇതാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ക്യാമ്പയിൻ സ്ട്രാറ്റജി, അതായത് ഒരു പരസ്യം അടുത്തത് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, പരസ്യം എങ്ങനെ ചെയ്യണമെന്നല്ല, പരസ്യം എങ്ങനെ പ്ലാൻ ചെയ്യണം. ക്യാമ്പയിൻ സ്ട്രാറ്റജി, എന്ത് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസും ഉണ്ട്, പലതരം ക്യാമ്പയിൻസ് ഉണ്ട്. പൈസ കൊടുത്ത് ചെയ്യുന്നതിന് മാത്രമല്ല ക്യാമ്പയിൻസ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിങ്ങിൽ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു പ്ലാനിങ് ഉണ്ട്. അതിനെ കംപ്ലീറ്റ്ലി നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി എന്ന് പറയാം. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, 1 ലക്ഷം മുടക്കിയാൽ എത്ര രൂപ തിരിച്ച് കിട്ടും, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമോ, AI പറ്റിയുള്ള നമ്മളുടെ പ്രസൻറ്റ് നോളജ്, ഇൻഡസ്ട്രി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കമ്പനിക്ക് നിങ്ങളിൽ നിന്ന് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ജോലിയുടെയും നിങ്ങളുടെ പ്രൊമോഷൻ്റെയും ഒക്കെ കാര്യങ്ങൾ. അതുപോലെ ഇതനുസരിച്ചായിരിക്കാം മേ ബി ബിസിനസ്സുകാരായിട്ടുള്ള അവർ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആവശ്യം ആരെയാണ്? ടൂൾ ഓപ്പറേറ്റേഴ്സ് കൂടാതെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നവരെ ആയിരിക്കും നിങ്ങൾക്കും ആവശ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക, യെസ് വി ആർ ലുക്കിംഗ് ഫോർ ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ എന്ന് നിങ്ങൾ ഇടുക. ബിസിനസ്സുകാരാണ് നിങ്ങളെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ ആക്ച്വലി കമ്പനീസ് ആരെയാണ് ഹയർ ചെയ്യുന്നത്? ദേ ഹയർ പ്രോബ്ലം സോൾവേഴ്സ്, നോട്ട് ബട്ടൺ ക്ലിക്കേഴ്സ്. ദേ ഹയർ പ്രോബ്ലം സോൾവേഴ്സ്. ഇത് മൈൻഡിലേക്ക് കയറണം. എങ്ങോട്ടാണ് കേട്ടത്? നിങ്ങളുടെ മൈൻഡിൽ കയറണം. ദേ ഹയർ പ്രോബ്ലം സോൾവേഴ്സ്. ഒരാൾക്ക് ബിസിനസ്സിലൊരു റിസൾട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ബിസിനസ്സിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആണ് അവിടുത്തെ പ്രോബ്ലം. ആ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ കൺസേൺ അല്ല. അവരുടെ കൺസേൺ നിങ്ങൾ അവരുടെ ബിസിനസ്സിനെ പറ്റി പഠിച്ച്, അവരുടെ കസ്റ്റമേഴ്സിനെ പറ്റി പഠിച്ച്, അതിനാവശ്യമായിട്ടുള്ള ടൂൾസും മറ്റ് മെത്തേഡ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ബിസിനസ്സുകാരുടെ ആവശ്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ എളുപ്പം ജോലി കിട്ടും, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, നിങ്ങൾ ഹൈ സ്കെയിലിൽ കയറിപ്പോവും. അതല്ലാത്ത ആളുകൾ ഫേസ്ബുക്ക് ആഡ് ഈ ബട്ടണിൽ നിന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയി ഇവിടെ ചെയ്യുമ്പോൾ ഇതൊരു ക്യാമ്പയിൻ ഞാൻ ചെയ്തു എന്ന് പറയാം. അതാണ് ബട്ടൺ ക്ലിക്കേഴ്സ്. ബട്ടൺ ക്ലിക്കേഴ്സ് ആവരുത് നിങ്ങൾ. ഇത് നിങ്ങൾ എവിടെ വേണമെങ്കിലും പഠിച്ചോളൂ, ബട്ട് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് ഡെഫിനറ്റ്ലി വേണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 1 lakh ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ആണെന്ന് കരുതിക്കൊള്ളുക, ഒരു സ്മോൾ ഇൻ്റർവ്യൂ ആണെന്ന് കരുതിക്കൊള്ളുക. ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകളോട് ഈ ചോദ്യം ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് വി ഗിവ് യു ബഡ്ജറ്റ്, ഒരു ഇൻ്റർവ്യൂവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇഫ് വി ഗിവ് യു 1 lakh ആഡ് സ്പെൻഡ് ക്യാൻ യു ജനറേറ്റ് പ്രോഫിറ്റ്? ഇതാണ് ആ സിമ്പിൾ ക്വസ്റ്റ്യൻ. 1 ലക്ഷം രൂപ ഞങ്ങൾ പരസ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങൾ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് തരുമോ? ഇതാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം. ഇവിടെ SEO എന്താണ്, ഗൂഗിൾ ആഡ്സ് എന്താണ്, മെറ്റ എന്താണ്, വാട്സാപ്പ് മാർക്കറ്റിംഗ് എന്താണ്, ഇതൊന്നും നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. അവരിത് ഇത്രയും ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ സ്ട്രാറ്റജി ആൻഡ് പ്രോസസ്. പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ സ്ട്രാറ്റജി ആൻഡ് പ്രോസസ്. ഇതായിരിക്കും ഒരു റിയൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനുള്ള ആൻസറിൽ നിങ്ങൾക്കറിയാവുന്ന ടൂൾസും നോളജും പ്ലാറ്റ്ഫോംസും എല്ലാം കണക്റ്റായി വരും. കാരണം ഇതിൻ്റെ ആൻസർ അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ബിസിനസ് ഏതാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും നമ്മളവിടെ ഇൻ്റർവ്യൂവിന് പോകുന്നത്. മേ ബി അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ജ്വല്ലറി ആയിരിക്കാം, അതല്ല എങ്കിൽ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ആയിരിക്കാം, വാട്ടെവർ.
എന്താണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഇത്. 1 ലക്ഷം രൂപ ഞങ്ങൾ പരസ്യം സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നു കഴിഞ്ഞാൽ എത്ര രൂപയുടെ പ്രോഫിറ്റ് നിങ്ങൾ തരും, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഒരു പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ ഉണ്ട്. ആ പ്ലാനിങ്ങും സ്ട്രാറ്റജിയും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം ആ പ്രോസസ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ടൂൾസ് ഏതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതും പറയാം. ഇത് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് ബിസിനസ് ഇങ്ങനെ ആക്കി തരുമെന്നുള്ളതും അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആക്കി ചെയ്യുമെന്നുള്ളതും ഒക്കെ പറയാനുള്ളൊരു കഴിവിലേക്ക് നമ്മൾ വരണം. അത് ഈ ടൂൾസൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യമാണ്. പല പല മാർക്കറ്റിംഗ് കേസ് സ്റ്റഡീസുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇൻഡസ്ട്രി എക്സ്പെക്റ്റേഷൻസ് ആർ ഹയർ, സ്കിൽ ഗ്യാപ്പ് ഈസ് റിയൽ. ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഏത് കമ്പനിയിൽ വേണമെങ്കിലും വിളിച്ചു ചോദിച്ചോളൂ, അവർക്കൊരു റൈറ്റ് കാൻഡിഡേറ്റിനെ കിട്ടിയാൽ അവരപ്പോൾ വേണമെങ്കിലും എടുക്കും. ഇൻഡസ്ട്രി എക്സ്പെക്റ്റേഷൻസ് ആർ ഹയർ. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ പഠിച്ചിറങ്ങിക്കോട്ടെ, പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടത് ഒന്നേ ഉള്ളൂ, നല്ല സ്കില്ലുള്ള ആളുകളെയാണ് ജോലിക്ക് വേണ്ടത്. സ്കിൽ ഗ്യാപ്പ് ഈസ് റിയൽ. അത് റിയൽ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കുറേ ടൂൾസ് അറിയാമെന്ന് പറയുന്നതിൽ കാര്യമില്ല. ടൂൾസ് എലോൺ ആർ നോട്ട് ഇനഫ്. എനിക്ക് കുറേ ടൂൾസ് അറിയാമെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. ടൂൾസൊക്കെ എവിടെയൊക്കെ, എന്തിനൊക്കെ, ആരുടെയൊക്കെ ബിസിനസ്സിൽ എപ്പോഴൊക്കെ ഉപയോഗിക്കണമെന്നുള്ള പ്രോപ്പർ നോളജ്, പ്ലാനിങ്, എക്സിക്യൂഷൻ, സ്ട്രാറ്റജി, ഇതെല്ലാം അറിയാവുന്നവനെയാണ് മാർക്കറ്റിൽ ആവശ്യം. പിന്നെ AI ഫസ്റ്റ് ലേണിംഗ് ഈസ് എസെൻഷ്യൽ. ഈ പല ടൂൾസിലും AIയുടെ ഇൻ്റഗ്രേഷൻ നമുക്ക് ആവശ്യം വരും. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്കെല്ലാം ഫാസ്റ്റായിട്ട് AI ആക്സിലറേറ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്ക് കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാനും മാത്രമല്ല ഈ കമ്പനികളെല്ലാം അതറിയാവുന്ന ആളുകളെ കൂടുതലായി ഡിമാൻഡ് ചെയ്യുന്നുമുണ്ട്. ഞാൻ ഈ ഒരു AI ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ഇതുപോലെയുള്ള റിപ്പോർട്ടും കാര്യങ്ങളും റെഡിയാക്കി തരാമെന്ന് പറയുമ്പോൾ നമുക്ക് ആ AI ടൂളിൽ ഉള്ള നോളജ് അവിടെ നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നൗ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് 4 തിങ്സ്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു റിയൽ ക്വസ്റ്റ്യൻ ആണ്, വിൽ യു ലേൺ റാൻഡംലി ഓർ ബിൽഡ് ഇൻഡസ്ട്രി ലെവൽ സ്കിൽസ്? നിങ്ങളിനി വെറുതെ ഒരു കോഴ്സ് എങ്ങനെയെങ്കിലും അങ്ങ് പഠിക്കുകയോ അതോ നിങ്ങൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതെങ്ങനെയാണെന്ന് ലെവൽ ബേസ് ചെയ്ത് പഠിക്കുകയോ ചെയ്യുമോ? ഏതാണ് നിങ്ങൾ ചെയ്യുക? വിൽ യു ലേൺ റാൻഡംലി ഓർ ബിൽഡ് ഇൻഡസ്ട്രി ലെവൽ സ്കിൽസ്? നിങ്ങളിതിൻ്റെ താഴെ നിങ്ങൾ കാണുന്ന ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യു വിൽ ബിൽഡ് ഇൻഡസ്ട്രി ലെവൽ സ്കിൽസ്. യു വിൽ ബിൽഡ് ഇൻഡസ്ട്രി ലെവൽ സ്കിൽസ്. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് അറ്റ് ദ സെയിം ടൈം അത് നിങ്ങളുടെ മൈൻഡിലും ഫീഡാവും. നിങ്ങൾക്കിനി എവിടെ ചെന്നാലും എന്ത് കേട്ടാലും നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട കാര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ബിസിനസ്സുകാരെന്തായിരിക്കും ചോദിക്കുക, നമുക്ക് ആവശ്യമുള്ളത് ബിൽഡ് ഇൻഡസ്ട്രി ലെവൽ സ്കിൽസാണ്. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, ഇത് മനസ്സിലാക്കി നമുക്ക് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദാറ്റ് 1 lakh ക്വസ്റ്റ്യൻ. 1 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് പരസ്യത്തിന് വേണ്ടി തന്നു കഴിഞ്ഞാൽ അത് 5 ലക്ഷമാക്കാനുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചിന്തിച്ച് നോക്കുക. എന്നും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുന്നോ അന്ന് മുതൽ നിങ്ങളെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ, ഒരു സ്ട്രാറ്റജിസ്റ്റ്, ഒരു എക്സ്പേർട്ട് എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. ഇത് വേറെ ആരും വിലയിരുത്തേണ്ട കാര്യമല്ല, നിങ്ങളെ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. എന്ന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ആഡ് സ്പെൻഡിന് 5 ലക്ഷം രൂപയാക്കാമെന്ന് പറയാനുള്ള കഴിവുണ്ടോ, ചിന്തിക്കാനുള്ള കഴിവുണ്ടോ, അന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെർട്ട് എന്ന് പറയാം. ടൂൾസും കാര്യങ്ങളും ഒക്കെ മാറിയാലും നമുക്കതൊക്കെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ബട്ട് ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ് ഈ ഒരു കാര്യമാണ്. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ബിൽഡ് ഇൻഡസ്ട്രി ലെവൽ സ്കിൽസ്. ഇനി അതല്ല, നിങ്ങൾ റാൻഡമായി പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കമൻറ്റ് ദാറ്റ് ടു. അതായത് യൂട്യൂബിൽ നോക്കി പഠിച്ചോളാം, ഫേസ്ബുക്കിൽ നോക്കി പഠിച്ചോളാം, ഏതെങ്കിലും കോഴ്സിൽ ഒരു 3 മാസം കൊണ്ട് ഞാനതങ്ങ് പഠിച്ച് തീർത്തോളാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ബട്ട് ദ ഫാക്ട് ഈസ് ബിൽഡ് ഇൻഡസ്ട്രി ലെവൽ സ്കിൽസ്. താങ്ക് യു.